നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ എന്നിവയ്ക്കൊക്കെ നേരെ ചില സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലുള്ള സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ അരങ്ങേറിയത്. യൂണിഫോമിനോടൊപ്പം തന്നെ സ്കൂൾ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ സ്കൂളിൽ കഴിഞ്ഞ 4 മാസമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയും അവരുടെ മാതാപിതാക്കളും പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് അവരോടൊപ്പം SDPയുടെ ചില നേതാക്കൾ കൂടുന്നു. ഒരു പ്രശ്നാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് ഇന്നും ഇന്നലെയൊക്കെയായി സ്കൂൾ അടച്ചിടുന്ന സാഹചര്യം. ഈ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നടന്ന സംഭവത്തിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നാം കണ്ടു. അതിൻ്റെ തൊട്ടടുത്തുള്ള പൈങ്ങോട്ടൂർ സ്കൂളിൽ കണ്ടു. അവിടെ ഹിജാബ് ആയിരുന്നില്ല വിഷയം. അവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. തുടർന്ന് നമുക്ക് അതിനു മുമ്പ് അമൽജ്യോതിയിൽ വേറൊരു വിഷയത്തെ ചൊല്ലി ഇത്തരത്തിലുള്ള ഒരു ആക്രമണ പ്രവണത അരങ്ങേറുകയുണ്ടായി. മാത്രമല്ല, നമ്മുടെ കത്തോലിക്ക നഴ്സിംഗ് കോളേജുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവിടെ നഴ്സിംഗ് സമരങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഈ അടുത്ത നാളുകളായി ഇത്തരത്തിലുള്ള അധിനിവേശപരമായിട്ടുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു? ഈ വിഷയങ്ങളാണ് 4 മണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ജോഷി കൈതവളപ്പിൽ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, അങ്ങ് ഒരു അധ്യാപകൻ കൂടിയാണ്, കത്തോലിക്ക കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തെ ചരിത്രം എടുക്കേണ്ട, ഒരു 5 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? അവിടെ ഇത്തരത്തിലുള്ള ചില മതപരമായിട്ടുള്ള ആചാരങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ പ്രശ്നമുണ്ടാക്കുന്നു. എന്തുകൊണ്ട്? നമുക്കറിയാം ഈ ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആ കുട്ടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഏത് മാതാപിതാക്കളായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട മാതാപിതാക്കളായിക്കോട്ടെ, അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്ഥാപനങ്ങളുടെ ചിത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കത്തോലിക്ക സ്ഥാപനങ്ങളാണ്, ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്. എന്നാൽ പലപ്പോഴും ചിലരെങ്കിലും ഈ കാലുപിടിച്ച് അഡ്മിഷൻ മേടിക്കുന്നു. അതിനുശേഷം ഈ സ്ഥാപനങ്ങളുടെ തലയിൽ കയറുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. എന്തുകൊണ്ട് ഈ പ്രവണത ഈ അടുത്ത നാളുകളിലായി വർദ്ധിച്ചു വരുന്നു? ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ. ഞാൻ അതിന് വിശദീകരണം നൽകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ നടന്നത് യൂണിഫോം വിവാദമാണല്ലോ. ഹിജാബ് ഉപയോഗിക്കണം യൂണിഫോമിനെതിരായിട്ടെന്നുള്ളത്. അപ്പം യൂണിഫോമിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ട്. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം 200 വർഷങ്ങൾക്ക് മുമ്പ് വ്യത്യസ്ത സാമുദായിക സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ, വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന സമൂഹത്തെ ഒന്നിച്ചിരുത്തി സ്കൂളുകൾ ആരംഭിച്ച് വിദ്യ നൽകുന്ന, കണ്ണു തെളിയിച്ചെടുക്കുന്ന വലിയൊരു പ്രവർത്തനം മിഷണറിമാരുടെ നേതൃത്വത്തില് ക്രൈസ്തവ സമുദായം, ക്രൈസ്തവ സഭ നൽകിപ്പോന്ന കാലഘട്ടമാണ്. അന്ന് വ്യത്യസ്ത സമുദായങ്ങളെ തിരിച്ചറിയുന്നവരുടെ വസ്ത്ര വേഷഭൂഷാദികളുടെ ആയിരുന്നു. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളും അതിലൂടെ വെളിവാക്കപ്പെട്ടു വന്നിരുന്നു. അതുപോലെ സാമൂഹ്യമായ അസമത്വങ്ങള് അതിനകത്ത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. സാമുദായികമായിട്ടുള്ള വേർതിരിവുകൾ അവിടെ പലപ്പോഴും കാണാൻ കഴിയുമായിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താൻ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഞങ്ങളെല്ലാം തുല്യരാണ്, ഒരേ സമൂഹത്തിന്റെ ഭാഗമാണ്, വേർതിരിവുകളില്ലാതെ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ചിന്ത കുട്ടികളിലേക്ക് വരുത്തുവാനും, അവിടെ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുവാനും, സാമൂഹ്യ അസമത്വങ്ങൾ നീക്കി സാമൂഹ്യ സമത്വത്തിലേക്ക് നയിക്കുവാനും, സാമുദായിക വേർതിരിവുകളെ തിരിച്ചറിയാതെ തന്നെ അവരെ ഒന്നിച്ചൊരു ബെഞ്ചിലിരുത്താനും കഴിഞ്ഞ ഒരു സംസ്കാരമാണ് യൂണിഫോം സംസ്കാരം. അത് ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവന തന്നെയാണ്. 200 വർഷക്കാലം ഇത്തരം സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോവുകയും ഇത്തരം സ്കൂളുകളിലൂടെ അതൊരു പരിധി വരെ സാധിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ യൂണിഫോം സംസ്കാരം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോ സാമ്പത്തികമായ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരെ അതവരുടെ വേഷഭൂഷാദികളിൽ തിരിച്ചറിയാതെ, സാമ്പ്രദായികമായ രീതികൾ തിരിച്ചറിയാതെ, വിദ്യാർത്ഥികളെല്ലാം ഒന്നാണെന്ന തോന്നലിൽ ഒന്നിച്ച് കളിക്കാനും, ഒന്നിച്ചിരിക്കാനും, ഒന്നിച്ച് പഠിക്കാനും, ഒന്നിച്ച് വളരാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് യൂണിഫോമിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന. എന്നാൽ അതൊരു അപരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ രീതിയിലേക്ക് ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വരുന്നത് എനിക്ക് എന്താ അതിന് പറയുക, എന്റെ വ്യക്തിപരമായ എന്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇത് അപരിഷ്കൃതമായിട്ടുള്ള ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് താലിബാനിസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ സംശയിക്കാൻ
അതിനകത്ത് വകകളുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്രയോ നന്നായി പഠിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള മതഭ്രാന്ത് ചിന്തകൾ കൊണ്ട് കുത്തി നിറച്ച് അവരിലേക്ക് ഈ മതവിദ്വേഷം ഒരു പരിധി വരെ വളർത്തുന്നതിൽ സഹായകരമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെയൊക്കെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിലകൊള്ളുന്ന മതഭീകര പ്രസ്ഥാനങ്ങളെയും മത തീവ്രവാദത്തെയും ഒക്കെ തള്ളി പറയുവാൻ അതാത് മതത്തിൽപ്പെട്ട നേതാക്കന്മാർക്കെങ്കിലും സാധിക്കണം. ചിലപ്പോൾ അത് ചിലത് അവർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ MES ഒരു സർക്കുലർ ഇറക്കിയിരുന്നു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക്. ആധുനികതയുടെ പേരിൽ മതാചാര പ്രകാരമുള്ള വസ്ത്രം അനുവദിക്കുകയില്ല എന്നവർ കൃത്യമായിട്ട് ആ സർക്കുലർ 2019 ഏപ്രിൽ 14 ഇറക്കിയ സർക്കുലർ നമ്മൾ കാണുന്നുണ്ട്. ഒരു കോമൺ ഡ്രസ് കോഡ് അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അവരിലും അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസമായ കാര്യമാണ്. പിന്നെ ഇത് ആരാണ് ഇത്തരത്തിലുള്ള മതഭീകര ചിന്തകളും അല്ലെങ്കിൽ തീവ്രവാദ ചിന്തകളും ഈ ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് താലിബാനിസവും ഒക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചില സംഘടനകളും സംഘടിത ശക്തികളും വർഗീയമായി ചിന്തിക്കുന്നവരും മത തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ വക്താക്കളുമാണ്. അവരെ നമ്മൾ സമൂഹവും രാഷ്ട്രീയ നേതൃത്വങ്ങളും മത നേതൃത്വങ്ങളും ഒന്നിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിക്കേണ്ട സമയമാണിത്. ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് കരുതൽ വേണ്ടത്. സമൂഹത്തില് ഒരു വേർതിരിവുണ്ടാക്കാൻ, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ, ഒരു മതസ്പർദ്ധ വളർത്താൻ, ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒക്കെ ശ്രമങ്ങൾ ഇപ്പോൾ ബോധപൂർവം ചില ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കേണ്ടവര് ഒന്നാമതായി ഭരണാധികാരികളാണ്, രണ്ടാമത് പൊതുസമൂഹമാണ്, മൂന്നാമത് ഇവരൊക്കെ ഉൾപ്പെടുന്നുവെന്ന് ഇവർ അവകാശപ്പെടുന്ന മത നേതൃത്വങ്ങളാണ്. തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ സംജാതമായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നയിക്കും. അപ്പൊ ഞാൻ ഹൈക്കോർട്ടിലെ 2018 കേരള ഹൈക്കോർട്ടിന്റെ WPC 35/291/18 വിധിയില് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളില്ല. പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ മൗലികാവകാശങ്ങൾക്ക് മുകളിലല്ല കുട്ടികളുടെ വ്യക്തിഗത അവകാശങ്ങൾ എന്ന് കൃത്യമായി കോടതി വിധിച്ചിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഇടപെടൽ ഇതിനകത്ത് വേണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി വിധി കർണാടക ഹൈക്കോടതി വിധി 2022 അത് തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്ത ഹൈക്കോടതി വിധികളും ചില സമുദായങ്ങളുടെ ഈ ഭയാശങ്കകളുള്ള സമുദായങ്ങളുടെ സർക്കുലറുകളും പോലും ഇങ്ങനെ വന്നിട്ടും ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ടയെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അതിപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ഹിജാബിന്റെ കേസിലായാലും യൂണിഫോമിന്റെ കേസിലായാലും അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ പൈങ്ങോട്ട് പോലുള്ള സ്ഥലത്ത് നടന്ന കേസായാലും ആരാധന അല്ലെങ്കിൽ ദൈവാരാധനയുടെ മറവിലുമൊക്കെ നടക്കുന്ന ഇത്തരം തീവ്രവാദ ചിന്തകളെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയും അടിച്ചൊതുക്കുകയും ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇത് ഈ 200 വർഷം സ്കൂൾ നടത്തിയ ഈ സമൂഹത്തെ എത്രമാത്രം വിദ്യാർത്ഥികൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ആർക്കാണ് അതുകൊണ്ട് ഈ യൂണിഫോം ഉപയോഗിച്ചതിന്റെ പേരിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്? എല്ലാ സമൂഹങ്ങളിൽ നിന്നും കണ്ണു തെളിഞ്ഞു പോകാനും വിദേശത്തേക്ക് പോകാനും ഇത് കാരണമായിട്ടില്ലേ? എന്നിട്ടിപ്പോ അതിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരം സ്കൂളുകളെ ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ റെപ്യൂട്ടേഷൻ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതൊരു നിഗൂഢ ശക്തി അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അത് എന്തിന്റെ പേരിലായാലും, അത് യൂണിഫോമിന്റെ പേരിലായാലും അല്ലെങ്കിൽ ദൈവാരാധന മറവിലായാലും മറ്റേത് വിഷയത്തിന്റെ പേരിലായാലും ബോധപൂർവമായി നിലവിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരമുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെയും അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയും ഏത് വിധേനയും തടയിടുക എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പെട്ടിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങള്, ഭീകര പ്രസ്ഥാനങ്ങള്, രാഷ്ട്ര നന്മ ആഗ്രഹിക്കാത്തത്, രാജ്യദ്രോഹത്തിന് അടിപ്പെട്ടു പോകുന്നവര്, അന്ധമായ മതചിന്തകൾ കൊണ്ടുനടക്കുന്നവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ശ്രീ ജോഷി കൈതവളപ്പിലേക്ക് പോവുകയാണ്. ശ്രീ ജോഷി കൈതവളപ്പിൽ അങ്ങേക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്കളൊന്ന് വീഡിയോ ഒന്ന് ഓണാക്കാമോ? വീഡിയോ ഓണാക്കാം. ഓക്കെ, യെസ്, ആദ്യമേ തന്നെ അങ്ങേ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അവിടെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന ആ ഒരു സംഭവങ്ങളിൽ അങ്ങ് നട്ടെല്ലോടുകൂടി അങ്ങ് എടുത്ത നിലപാടുകൾ, ആർജവത്തോടുകൂടി അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധിയിൽ വലിയ രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിനൊരു രക്ഷയായി മാറി എന്നത് വളരെ വ്യക്തമാണ്. ഇത്തരത്തിൽ സംഘടിതമായിട്ടുള്ള ആക്രമണം നടന്നപ്പോൾ അങ്ങ് ധീരതയോടുകൂടി തന്നെ അതിനെ ചെറുത്തു. ആദ്യമേ തന്നെ അങ്ങേക്ക് അഭിനന്ദനം പറയുകയാണ്. ഞാൻ മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പ് നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നലെ അവധിയായിരുന്നു, ഇന്നും അവധിയാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ വരുന്നു
ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. നാളെ മുതൽ സ്കൂള് വീണ്ടും തുറക്കും, വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പം നിലവിൽ അവിടുത്തെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അങ്ങേക്കൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും പറയാം. കാരണം അഭ്യൂഹങ്ങളുടെ പുറകിലാണ് ഇപ്പൊ മാധ്യമങ്ങളും അതുപോലെ പൊതുജനങ്ങളും അഭ്യൂഹങ്ങളിലേക്ക് നമുക്ക് പോകുന്നത്. ഇവിടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ആദ്യ ദിവസങ്ങൾ മുതൽ നമ്മളുടെ PTAയും അതുപോലെ മാനേജ്മെന്റും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോ അഭ്യൂഹങ്ങൾക്ക് കാരണമായത് എറണാകുളം MP ആണ്, ഹൈബി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഹൈബി എന്ന് പറയുന്ന MP, ഹെബിയൻ എന്ന് പറയുന്ന എറണാകുളം MP, എറണാകുളത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള പള്ളുരുത്തിയിലെ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പം ഇന്ന് അങ്ങനെ ഒരു അഭ്യൂഹം വരാനുള്ള കാരണം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ടോൺ ജോർജ് ഈ കോൺവെന്റ് സന്ദർശിക്കുകയും സ്കൂള് സന്ദർശിക്കുകയും സ്കൂളിന്റെ അധികാരികളോട് പൂർണ്ണ പിന്തുണ പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു അങ്കലാപ്പിലാണ് ഹൈബിയുടെ പ്രസ്താവന നടത്തിയതെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഹൈബിയുടെ MP പറയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടില്ല? ഫോണിലൂടെ ബന്ധപ്പെടാമല്ലോ, നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ആളുകളും ഒക്കെ ഞാനുമായിട്ട് സംസാരിക്കുകയും എന്നെ ബന്ധപ്പെട്ടിരുന്നു. എന്റെ ഫോൺ നമ്പർ എന്താണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് കിട്ടാൻ പ്രയാസമില്ല, പ്രത്യേകിച്ച് MP, എറണാകുളം MP. അപ്പൊ MP എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് MP ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയത്തിന്റെ കാര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എന്റെ അറിവില് ആ കുട്ടിയെ ഞങ്ങൾ ഇവിടുന്ന് TC കൊടുത്ത് വിടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ സമവായം എന്ന് ഉദ്ദേശിക്കുന്നത് MP എന്താണെന്നുള്ളത് നമ്മളോട് വ്യക്തമാക്കണം, എന്നാലേ സമവായത്തിലേക്ക് വരും. ഒന്ന്, ആ കുട്ടിയെ നമ്മൾ ഇവിടെ തന്നെ പഠിപ്പിക്കാനാണ് ആദ്യം മുതൽ നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴും ആ തീരുമാനത്തിൽ മാറ്റമില്ല. പക്ഷെ സ്കൂളിന്റെ നടത്തിപ്പിൽ തടസ്സമുണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിന്റെ ഈ പറയുന്ന അച്ചടക്കം പാലിക്കാതെ അങ്ങനെ വന്നു കഴിഞ്ഞാലാണെന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കുട്ടി അങ്ങനെ വന്നപ്പോഴൊക്കെ നമ്മൾ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കളും ആ നിലപാട് അംഗീകരിച്ചതുമാണ്. ഇനി ഹൈബി ഈഡൻ MP എന്ന് പറയുന്ന എറണാകുളത്തിലെ MP ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാം. ഹൈബി ഈഡൻ ഇന്ന് വരെ ഈ നിമിഷം വരെ ഈ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിട്ടോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളുമായിട്ടോ അല്ലെങ്കിൽ മാനേജറുമായിട്ടോ അല്ല PTA പാരന്റ്സിന്റെ പ്രതിനിധിയായ ഞാനുമായിട്ട് സംസാരിക്കില്ലെന്നുള്ളതാണ്. ഞാനുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചില്ല. മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരോട് ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് സ്കൂൾ മാനേജ്മെന്റിനോടോ അല്ലെങ്കിൽ സ്കൂൾ PTയോടോ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്നലെയോ മിനിങ്ങാന്നോ അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ആക്രമണ ഭീഷണിയിൽ അടച്ചുപൂട്ടിയ സ്കൂളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭീഷണിപ്പെടുത്തുന്നു. എന്തായിരുന്നു ആ ഒരു ഭീഷണി? എന്തായിരുന്നു? ശ്രീ ജോഷി കൈതവള. ശ്രീ ജോഷി കൈതവളത്തിൽ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കേൾക്കാമോ? കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ആക്രമണ ഭീഷണിയിൽ അടച്ചുപൂട്ടിയ സ്കൂളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭീഷണിപ്പെടുത്തുന്നു എന്നത്. എന്തായിരുന്നു ആ ഒരു ഭീഷണി? അത്തരത്തിൽ ഈ ഭരണ തലപ്പത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു? റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് DEO ആണെങ്കിലും DD ആണെങ്കിലും നമ്മളെ ആ ഒരു റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു മാസക്കാലം ആയി ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് DDയുടെ കയ്യിൽ വിശദീകരിക്കുന്നു. DD അത് ഇവിടെ സുമേഷ് എന്ന് പറയുന്ന ജീവനക്കാരനെ വിട്ടു അല്ലെങ്കിൽ ഓഫീസറെ വിട്ടു ഇത് ഈ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സുമേഷ് എന്ന് പറയുന്ന ഈ ജീവനക്കാരൻ ഇവിടെ വരികയും ഈ പറയുന്ന റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ അത് അവരുടെ കൈവശം തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടികൾ മാത്രമല്ലല്ലോ ഇവിടെ പഠിക്കുന്നത്, മറ്റു കുട്ടികളുടെ ഭാവി കൂടി അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഈ ഷാഹിന എന്ന് പറയുന്ന ഈ DEO അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സുമേഷും നമ്മളെ അറിയിക്കുന്നത്. ഭീഷണിയാണ് കൃത്യമായിട്ട്. 2 മാസം കാലമായി
ഈ DEO ഈ മലപ്പുറത്ത് നിന്ന് ഈ പറയുന്ന ഈ എറണാകുളം ജില്ലയിലേക്ക് വരുന്നതിന്. അതിന് അവര് പറയുന്നത് ആ കുട്ടിയെ ഹിജാബ് ധരിച്ച് അകത്ത് പ്രവേശിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അത് എന്താണെന്ന് ഇന്ന് അവരെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അവരെ നേരിട്ട് ഞാൻ കണ്ടു. അവര് ഹിജാബ് ധരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമാണ്. ഇന്ത്യ നൽകുന്ന അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്നു. പക്ഷേ സ്കൂളിൽ അങ്ങനെയല്ലല്ലോ. സ്കൂളിൽ പഠിക്കാൻ വന്നിരിക്കുന്നതല്ലേ. ആ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഭരണഘടന അനുസരിക്കുന്ന അതുപോലെ തന്നെ സ്കൂളിന്റെ ഭരണഘടനയെ കൂടി പാലിക്കപ്പെടേണ്ടതല്ലേ. എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ എറണാകുളം ജില്ലയിലുള്ള നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ തകർക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്ന് ഷാഹിന എന്ന ഹിജാബുധാരിയായിട്ടുള്ള ഈ ഓഫീസർ അവരാണ് ഈ ഇതിനകത്ത് പിന്നിൽ ശക്തമായിട്ട് ഈ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്ന് അവരുടെ ഓഫീസിൽ സന്ദർശിച്ചിട്ടാണ്. അവര് 4 മണിക്ക് ഓഫീസ് ടൈമിന് മുന്നേ അവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പോലും ഈ സ്കൂളിനെതിരെ ഉത്തരവിറക്കാനും ഓർഡർ ഇറക്കാനും അവർ പ്രാപ്തിയാണ്, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ അതിനുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു താങ്കളുടെ നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് ചർച്ച ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നു. അതിന്റെ ഒരു അപ്ഡേഷൻ കൂടി പങ്കുവയ്ക്കാമോ? അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താ? ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സ്ഥിരീകരണം ഇല്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവര് നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മളോട് ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് അവരെ ഒന്ന് കാണാനായിട്ട് ഈ ഡെപ്യൂട്ടി DDO സാഹിന എന്ന് പറയുന്ന ആ മാഡത്തിനെ കാണാനായിട്ട് എറണാകുളം ജില്ലയില് ഹൈക്കോടതിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓഫീസിൽ ഞാൻ ചെന്നിരുന്നു. ഹൈക്കോടതി അല്ല, സോറി, ജില്ലാ കോടതിയുടെ അടുത്ത്. അപ്പൊ ഞാൻ അവിടെ കണ്ടു. അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വൈകിപ്പിക്കുന്നത് വെച്ചപ്പോൾ സുമേഷ് എന്ന് പറയുന്ന ക്ലർക്കിന്റെ കയ്യിലാണ്. ഇദ്ദേഹം ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. ക്ലർക്ക് ലീവാണെങ്കിൽ മാഡത്തിനൊന്ന് ജസ്റ്റ് ഫോൺ കോളിലൂടെ വിളിച്ച് ചോദിച്ചുകൂടെ എന്നുള്ള ചോദ്യത്തിന് അവര് അങ്ങനെ വിളിക്കുകയുണ്ടായി. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനും ഈ പറയുന്ന എന്റെ സുഹൃത്ത് നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും, ഞാൻ ആ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഞാൻ നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇന്ന് ഞാൻ ഈ മാഡത്തിന് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് ആ മാഡത്തിനെ കാണാൻ ചെന്നത്. ഇന്ന് PTA പ്രസിഡന്റ് എന്ന പദവി ഉപയോഗിച്ചല്ല ഞാൻ ചെന്നത്. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ദേശീയ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയെ ഞാനും കൂടി അവരെ കാണാൻ ചെന്നത് ഈ രാജ്യത്ത് ഇത്തരം ആളുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവരുടെ മുന്നിലാണ് അവര് സുമേഷിനെ വിളിക്കുന്നു. സുമേഷ് പറയുന്നു DD ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ കയ്യിലാണ് 1 മാസം മുമ്പ് കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ, അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട്, ആനുകൂല്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ സെന്റ് റീത്താസ് മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന ആ ഒരു നിലപാടിൽ നിന്നും ഒരു കാരണവശാലും ഇവിടെ വ്യതിചലിക്കരുത്, അങ്ങ് വ്യതിചലിക്കില്ല എന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കോണുകളിൽ നിന്ന്, ഉന്നത തലങ്ങളിൽ നിന്ന്, ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ഏതെങ്കിലും സംഘടനകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് നിങ്ങളത് അനുവദിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിയെ അത് ധരിക്കാൻ അനുവദിക്കും, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകളോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കോംപ്രമൈസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലും ഫോൺ കോളുകളും വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല, മാനേജ്മെന്റിനും വന്നിട്ടില്ല എന്നാണ് ഞാൻ. ഉണ്ടെങ്കിൽ അവരെന്നോട് ബന്ധപ്പെടുമായിരുന്നു. ഇത് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് കോംപ്രമൈസ്? സ്കൂൾ യൂണിഫോം വയലേറ്റ് ചെയ്യുന്ന കോംപ്രമൈസ് ഉണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും അത് കോംപ്രമൈസിന് വരുന്നവര് അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ട് ഒരു കോംപ്രമൈസ് എന്ന് പറയേണ്ട കാര്യമില്ല. അവര് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു അച്ചടക്കമുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നമുക്കൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് പാലിക്കട്ടെ. നമുക്ക് കോംപ്രമൈസ് കുട്ടിയെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ, TC കൊടുത്തിട്ടില്ലല്ലോ. അവർ ആവശ്യപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് TC കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവർ ആവശ്യപ്പെട്ടില്ല, കൊടുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആ കുട്ടി ഇവിടെ ഒന്ന് പഠിച്ചോട്ടെ. പക്ഷേ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാനുള്ളത്, നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ആ കുട്ടി ഇവിടെ വന്നത്, ആ മറ്റു കുട്ടികൾ വന്നത് അതുപോലെ തന്നെ വരണമെന്നാണ് ഈ മാനേജ്മെന്റിന്റെ അതുപോലെ തന്നെ PTA ഭാഗത്തുനിന്ന് പറയാനുള്ളത്.
ഓക്കെ. യെസ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു ഞാൻ ചാക്കോ സാറിലേക്ക് ഒന്ന് വരികയാണ്. ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ, നമ്മൾ മൂവാറ്റുപുഴ ആയിക്കോട്ടെ, പള്ളുരുത്തി ആയിക്കോട്ടെ, ഇനി മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ കളമശ്ശേരിയിലെ സംഭവമായിക്കോട്ടെ, അല്ലെങ്കിൽ പൈങ്ങോട്ടൂർ സ്കൂളിൽ നടന്ന സംഭവമായിക്കോട്ടെ, ഈ നമ്മുടെ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള നേഴ്സിംഗ് കോളേജുകളിൽ നടന്ന സമരങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആവശ്യവുമായി സംഘടിതമായിട്ട് ചിലർ വരുന്നു, മാനേജ്മെൻറ്റുകളെ ഭയപ്പെടുത്തുന്നു, ചിലർ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഭയപ്പെടുത്തി തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങ് കീഴടക്കുക എന്നൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ പല സംഭവങ്ങളിലും, പ്രത്യേകിച്ച് മലബാറിലും പല സ്കൂളുകളിലും സമാനമായിട്ടുള്ള പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, ആ ഒരു തന്ത്രം അത് അവർ അവസാനിപ്പിച്ചിട്ടില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കെതിരെ എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയല്ലേ ഇപ്പോൾ സെന്റ് റീത്ത സ്കൂളിൽ നടന്ന സംഭവങ്ങൾ, ഒപ്പം തന്നെ നേരത്തെ ശ്രീ ജോഷി കൈതവളപ്പിൽ പങ്കുവച്ച പരാമർശങ്ങൾ. ഡോക്ടർ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം താങ്കൾ പറഞ്ഞത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സംഭവങ്ങൾ സ്കൂളുകളായാലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളും അവിടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് അതിനെ ഒന്ന് ചെറുതാക്കി കാണിച്ച് നമസ്കരിക്കാനുള്ള ശ്രമം അത് എല്ലാ ഭാഗത്തുനിന്നും പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് ബോധപൂർവമായിട്ടുള്ളൊരു നീക്കമാണെന്ന് നമ്മൾ ശരിയാമിണം മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. അതിന്റെ പിന്നിൽ ബോധപൂർവമായിട്ടുള്ള ചില ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന വ്യക്തികളും സംവിധാനങ്ങളും ഉണ്ട് എന്നും നമുക്ക് തിരിച്ചറിവുള്ളതാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകൾ ആവശ്യമില്ല എന്ന് കോടതി വ്യക്തമായി വിധിച്ചതാണ്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് തന്നെ യൂണിഫോം വിഷയത്തിൽ സ്കൂളുകൾക്ക് ഒരു നിർദ്ദേശം നൽകാൻ പോലും കഴിയില്ല, ആധുനികതയുടെ പേരിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആധുനികതയുടെ പേരിലോ മതാചാര പ്രകാരമുള്ള വസ്ത്രം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് കോടതികൾ വിധിക്കുകയാണ്. അത് സ്കൂൾ മാനേജ്മെന്റിന്റെ പവറാണ്, അവരുടെ അധികാരമാണ്. മാനേജ്മെന്റിന്റെ മൗലിക അവകാശങ്ങൾക്ക് മുകളിലല്ല കുട്ടികളുടെ വ്യക്തിഗത അവകാശങ്ങളെന്ന് കോടതി ആവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ ഇവിടെ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ ഷീൽഡുകളാക്കി നടത്തിക്കൊണ്ട് യുദ്ധം ചെയ്ത് ഭീകര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ ഇവിടെ ഒരു വിധത്തിലുള്ള ഒരു വെർച്വൽ യുദ്ധം നടക്കുന്നു. ആ വെർച്വൽ യുദ്ധത്തിന്റെ മറവിൽ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നിരപരാധികളായ കുട്ടികളാണ് ഇരയാക്കപ്പെടുന്നത്. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ? ഈ കുട്ടികളാണോ ഹൈക്കോടതിയിൽ കേസിന് പോയത്? ഈ കുട്ടികളുടെ പേരിൽ നടത്തുന്ന കേസ് നടത്തുന്ന കുട്ടികളാണോ? സ്വാഭാവികമായിട്ട് ഈ പിഞ്ചു പ്രായത്തിൽ, ഈ കുട്ടികൾ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇവരുടെ പേരിൽ ഇവരെ അതിനകത്തേക്ക് വലിച്ചഴിച്ച് ഇവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും മറ്റു കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവർ നിശബ്ദത പാലിക്കുന്നത്? ബഹുമാനപ്പെട്ട ജോഷി ചോദിച്ചതുപോലെ എവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ? കേരളത്തിന് വെളിയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ പൊക്കിപ്പിടിച്ച് കൊട്ടിഘോഷിച്ച് ഇവിടെ വലിയ ആഘോഷങ്ങളാക്കി, ഇവിടെ വലിയ പ്രശ്നങ്ങളാക്കി, പ്രതിസന്ധങ്ങളാക്കുന്ന സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ എവിടെയാണ്? കളമശ്ശേരിയിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ അറ്റ്ലീസ്റ്റ് സ്ത്രീ ശക്തീകരണമെന്നും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നും പ്രഘോഷിക്കുന്ന ഈ പറയുന്ന പുരോഗമനവാദികളും ഈ പറയുന്ന ഭരണക്കാരും ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ. MP-മാരായാലും MLA-മാരായാലും കേരളത്തിന് വെളിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്രോശിക്കുകയും എടുത്തിയാടുകയും മാധ്യമങ്ങളെ അടക്കം വിളിച്ചു കൂട്ടിക്കൊണ്ട് വലിയ പടയായി പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളും മത സ്വാതന്ത്ര്യ ധ്വംസനങ്ങളും നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ അതിനെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണത്. സ്വാഭാവികമായിട്ട് ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒരു കാൽക്കുലേറ്റഡ് മൂവ്മെന്റ് ആണ്. ആ കാൽക്കുലേറ്റഡ് മൂവ്മെന്റിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കഴിയാത്തതിന്റെ അപജയമാണ് മിസ്റ്റർ ജോഷി സൂചിപ്പിച്ച ഈ ഒരു പറയുന്ന ഉദ്യോഗസ്ഥ, ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പെരുമാറ്റം. അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ഇതിന് മുകളിൽ ആരുമില്ല, ഭരണാധികാരികൾ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ആരൊക്കെയോ പ്രീണിപ്പിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പള്ളുരുത്തിയിലായാലും കളമശ്ശേരിയിലായാലും കൊച്ചി കേന്ദ്രീകൃതമായിട്ടായാലും ഒക്കെ ഇത്തരം ചില നീക്കങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. കളമശ്ശേരിയിലെ സിസ്റ്റേഴ്സിന് പാതിരാത്രി 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത്
ടോറസ് ഉപയോഗിച്ചും അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും അവരുടെ വഴി തടയുകയും അവരുടെ ഗേറ്റ് മുഴുവൻ തകർക്കുകയും അവരുടെ മതിൽ മുഴുവൻ ഇടിച്ച് തകർത്ത് അവിടുന്ന് ഒരു നാമാവശേഷമാക്കിയ ശേഷം ഒരു പൊടി പോലും ഇല്ലാതെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്തത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അറിയാതെയാണ് ഈ ടോറസ് ഉപയോഗിച്ചത്, ഈ പറയുന്ന JCBകൾ ഉപയോഗിച്ചത്. അപ്പൊ വാസ്തവത്തിൽ അവരെ കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയില്ലേ? CCTVകൾ തന്നെ ദൃശ്യത്തിലില്ലേ? എത്ര പേര് അതിനെ അപലപിച്ചു, എത്ര പേര് അതിനെതിരെ നിന്നു, എത്ര പേരാണ് അവിടെ ഇവർക്കുണ്ടായ വിഷമങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ടായത്? ഈ സ്കൂളിൽ തന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ കേട്ടതാണ്, ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ കൈ വരെ പിടിച്ച് തിരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. സ്ത്രീകളുടെ അടുത്താണ് ഈ ആക്രോശം. എന്നിട്ട് അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധംസങ്ങളും മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ഒച്ചപ്പാടുകളും ബഹളങ്ങളും തോന്നിയാസങ്ങളും ഒന്നും കാണാൻ ഇവിടെ ആളില്ല. ഇവിടെ നിയന്ത്രിക്കാൻ അധികാരികളില്ല, ഇവരെ ശബ്ദിക്കാൻ സാമൂഹ്യ പ്രവർത്തകരില്ല. ഇവിടെ സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ നാവിറങ്ങിപ്പോയതുപോലെയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഭയപ്പെടുത്തി ഈ സമൂഹത്തെ നിശബ്ദരാക്കുന്നത്? തീർച്ചയായിട്ടും അത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക്, ഇതിനേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പല മേഖലകളിലും കടന്നു പോകുമെന്നുള്ളത് ഒരു സംശയമില്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉത്തരവാദിത്തപ്പെട്ട മത നേതൃത്വങ്ങളും ഇതിനെ തള്ളിപ്പറയേണ്ടതിനെ തള്ളിപ്പറയാനും ഇത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഒന്നിച്ചു ചേർന്ന് കേരള സമൂഹത്തിന്റെ ഈ ഒരു സെക്യുലർ സ്വഭാവത്തെ, ഈ ഒരു മതേതര സ്വഭാവത്തെ ഇത്തരത്തിൽ അന്ധമായ മതരാഷ്ട്ര വാദമോ അല്ലെങ്കിൽ തീവ്രവാദങ്ങൾ കൊണ്ടോ മതഭീകരത കൊണ്ടോ അടിച്ചമർത്താൻ നോക്കുന്നതിനെ ശക്തമായിട്ട് നേരിട്ടേ മതിയാവും. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വഴിനീക്കപ്പെടും എന്നുള്ളൊരു സംശയവുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ലാസ്റ്റായിട്ട് ശ്രീ ജോഷിയിലേക്ക് ഒന്നുകൂടി വരികയാണ്. സമയം അതിക്രമിച്ചെങ്കിൽ പോലും ഒരു കാര്യത്തിൽ കൂടി ഒരു വ്യക്തത തേടേണ്ടതുണ്ട്. നേരത്തെ ചാക്കോ സാർ സൂചിപ്പിച്ച ആ ഒരു സംഭവം ഇന്ന് എനിക്കൊന്ന് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ആ ഒരു കാര്യം പറയുകയുണ്ടായി. അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ഇങ്ങനെ കൈപിടിച്ച് തിരിക്കുന്നു അല്ലെങ്കിൽ അവരെ ശാരീരികമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. പ്രത്യേകിച്ച് അങ്ങോട്ടേക്കുള്ള വഴിയുടെ സ്ഥലവുമായി അതിന്റെ നാമവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം, ആ വിഷയത്തിലൊരു വ്യക്തത തരാം. എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിൽ സംഭവിച്ചത് ശ്രീ ജോഷി? കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു. പലരും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് കേസ് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു സന്യാസ സമൂഹത്തിലെ ജീവിക്കുന്ന സന്യാസികളെ കൈപിടിച്ച് തിരിക്കുകയും തള്ളിയിടുകയും മറിച്ചിടുകയും ഒക്കെ ചെയ്ത ആളുകൾക്കെതിരെ ദുർബല വകുപ്പുകളാണ് പള്ളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്നത്. അതൊരു മീഡിയ പോലും ഇതുവരെ കവർ ചെയ്യാൻ തയ്യാറില്ല. MPO ഈ പറയുന്ന ഹൈബിയുടെ MP നമ്മുടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക ആളുകൾക്കും ഇതറിയാം. കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു ആ സംഭവം നടന്നത്? എന്നായിരുന്നു ആ സംഭവം നടന്നത്? ഹലോ, ആ സംഭവം നടന്നത് എന്നായിരുന്നു? ഈ പറയുന്ന സംഭവം നടന്നത് എന്നായിരുന്നു? വഴിയുടെ വിഷയമല്ല. ഈ പ്രദേശത്ത് 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് ഉണ്ട്. ഈ കോൺവെന്റിന്റെ ഈ പ്രവർത്തന മികവിന് അല്ലെങ്കിൽ ആദര സൂചകമായിട്ട് പ്രദേശത്ത് അറിയപ്പെടുന്നത് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് ജംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ ഇതിനടുത്തെന്നൊക്കെ പറഞ്ഞറിയുമ്പോൾ ലാൻഡ്മാർക്കാണല്ലോ. അതുകൂടെ സ്കൂൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആദര സൂചകമായിട്ട് പ്രദേശവാസികൾ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ടാണ് സ്കൂളിന്റെ ഈ കോൺവെന്റിന്റെ പേര് റോഡിനിടുന്നത്. റോഡിന്റെ പേര് നിലവിലെ ആസ്തി വികസന രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത് MLA റോഡ് ബൈലൈൻ എന്നായിരുന്നു. ആസ്തി വികസന രജിസ്റ്റർ പ്രകാരം MLA റോഡ് ബൈലൈൻ എന്നുള്ളതിന് വാർഡ് കമ്മിറ്റി കൂടിയിട്ട് നമ്മള് ഈ പേരിട സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്ന് പേരിടാനായിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനം നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലേക്ക് PR രചന അധ്യക്ഷയായിട്ടുള്ള വാർഡ് കമ്മിറ്റിയിൽ നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഐക്യകണ്ഠ്യത്തെ പാസ്സാക്കുകയും അതുപോലെ തന്നെ അവിടുന്ന് പിന്നെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലാണ്. ഓൾ പാർട്ടി, അതായത് എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളും ഇരിക്കുന്ന കൗൺസിലിലേക്ക് ഈ പറയുന്ന റോഡിന്റെ നാമകരണം സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്നുള്ള നാമകരണം അവിടെ കൊണ്ടുവരികയും അത് ഐക്യകണ്ഠ്യന്റെ അവിടെയും പാസ്സായി. അവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് എല്ലാം പാസ്സായി. ഈ പറയുന്ന പോലെ റോഡിന്റെ പേര് പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും പാസ്സായി. അവിടെ കോർപ്പറേഷൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. കോർപ്പറേഷന്റെ ചെലവില് ആ കോർപ്പറേഷന്റെ ചെലവിൽ സ്ഥാപിച്ച ബോർഡ് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട CPM-ന്റെ
കൗൺസിലറായിട്ടുള്ള PR രചന അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതുവരെ ക്ലിയർ ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ 3 മാസക്കാലം ആ ബോർഡ് അവിടെ നല്ല ഭംഗിയില് നല്ല രീതിയിൽ അത് വെട്ടിത്തിളങ്ങുന്ന സ്റ്റിക്കറോട് കൂടിയ ഈ പ്രൊഫഷണൽ ഭംഗിയുള്ള ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചു. 3 മാസം കഴിയുമ്പോൾ കുറെ ആളുകള് പ്രശ്നങ്ങള് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെയാണ്. അതിലൊരാൾ പറഞ്ഞു, ഈ പേര് എന്തിനാണ് ഈ ക്രൈസ്തവ നാമം, നിങ്ങളുടെ വിശുദ്ധന്റെ നാമങ്ങളെല്ലാം എന്തിന് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇവിടെ നിർബന്ധപൂർവ്വം വിളിപ്പിക്കുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഈ ഒരു ചോദ്യമാണ് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്ത് തരുന്നത്. ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടൊക്കെ ഉള്ളതാണ് ഈ വിഷയം ഇവര് രണ്ടാമത് സമ്മർദ്ദത്തിലാക്കി. ഈ കൗൺസിലർ തന്നെ സമ്മർദ്ദത്തിലാക്കി. ഇത്രയും കൂട്ടം കൂടിയ ആളുകൾ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഈ കൗൺസിലർ സമ്മർദ്ദമാക്കുന്നു. കൗൺസിലർ വീണ്ടും ഈ പേര് മാറ്റാനായിട്ട് വാർഡ് കമ്മിറ്റിയിൽ വാർഡ് കമ്മിറ്റി കൊണ്ടുവരുന്നത് ഇല്ലീഗലായിട്ടാണ്. ഒരു വാർഡ് കമ്മിറ്റി വിളിക്കേണ്ടത് 7 ദിവസം മുന്നേ നോട്ടീസ് നൽകി വിളിക്കേണ്ട വാർഡ് കമ്മിറ്റി ഒരു ദിവസം രാത്രി 10 മണി കഴിയുമ്പോൾ വിളിക്കുകയാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് വാർഡ് കമ്മിറ്റി കൊണ്ട്. അപ്പൊ അജണ്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് അവിടെ വരുമ്പോൾ പറയാം എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ PR രചന വാർഡ് കമ്മിറ്റി. ഞാൻ ആ വാർഡ് കമ്മിറ്റി മെമ്പറായിരുന്നു, ഇപ്പോഴും മെമ്പറാണ്. അപ്പൊ ഞാൻ ചട്ടം പറഞ്ഞു, 7 ദിവസം മുന്നേയുള്ള നോട്ടീസ് കിട്ടാതെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം മീറ്റിംഗ് നടത്തുന്നത്, അത് ഇല്ലീഗലാണ്. കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് മറ്റൊരു പരിപാടി ആ പിറ്റേ ദിവസം ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നോട്ടീസ് തന്നിട്ട് വേണം ഈ പരിപാടി നടത്താൻ. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക്, കോർപ്പറേഷൻ അധികാരികൾക്ക് രേഖാമൂലം പരാതി കൊടുത്തു ഈ മീറ്റിംഗ് ഇല്ലീഗലാണെന്ന്. പക്ഷെ അവരത് ഇവരുടെ ആളുകൾ മാത്രം വന്നുകൂടി ആ ഒരു റോഡിന്റെ പേര് മാറ്റാനായിട്ടുള്ള തീരുമാനം അവിടെ എടുത്തു. ഇല്ലീഗലായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കൊണ്ടാണ് അവര് ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലൊക്കെ പോയി. പക്ഷെ അതവിടെ അവര് ഒഴിവാക്കി വിട്ടു. കാരണം ഇങ്ങനെ പരാതി കിടക്കണമെന്ന് പെട്ടെന്ന് അത് പാസ്സായില്ല. ഇവിടെ പാസ്സായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും ഒരു നോട്ടീസ് വന്നു. നോട്ടീസ് പ്രകാരം 2 തവണ ഒരു വാർഡ് കമ്മിറ്റി കൂടുന്നത് ഈ വിഷയത്തിൽ. പക്ഷെ രണ്ടാമത്തെ തവണ അവർ കൂടിയത് അടിയന്തര വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാണ്. പക്ഷെ അടിയന്തര വാർഡ് കമ്മിറ്റി കൂടണമെങ്കിൽ ആ വാർഡ് കമ്മിറ്റിയുടെ 10% ആളുകൾ രേഖാമൂലം ഈ പറയുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊടുക്കണം. എന്ത് പറയുന്ന റോഡിന്റെ പേര് ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമായിരിക്കണം 10% ആളുകൾ ഒപ്പിട്ട വാർഡ് കമ്മിറ്റി കൂടാനുള്ള ഈ അപേക്ഷ വയ്ക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ കോർപ്പറേഷന്റെ കൗൺസിലറും കുറെ പറയുന്ന ഈ ഇവരുടെ പിന്നിൽ പറയുന്ന ഒരു കൂട്ടം ആളുകളും കൂടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വന്നപ്പോഴും അത് അവിടെ നിന്ന് തള്ളി. രണ്ടാമത് ഈ പറയുന്ന നമ്മൾ കൗൺസിലേക്ക് വരുമ്പോൾ ഞാൻ കൗൺസിലിന്റെ ഗാലറിയിലുണ്ട്. ഇവരെന്താണ് കൗൺസിലിൽ തീരുമാനിക്കുന്നതെന്ന് അറിയാനായിട്ട്. ആ തീരുമാനം ഇങ്ങനെ കൗൺസിൽ തീരുമാനിച്ചത്, ഈ ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് നമുക്കിത് ഓൾ പാർട്ടി മീറ്റിംഗിൽ വിടാവുന്നു. ഓൾ പാർട്ടി മീറ്റിംഗിലേക്ക് മേയറിന്റെ ഓൾ പാർട്ടി മീറ്റിംഗിലേക്ക് വിടുന്നു. ഓൾ പാർട്ടി മീറ്റിംഗ് തീരുമാനിക്കുന്നത് പരാതിക്കാരെ എല്ലാവരും സമയമെടുത്ത് കണ്ട് തീരുമാനമെടുക്കാനായിട്ട് മേയറെ ചുമതലപ്പെടുത്തി. മേയർ അനിൽകുമാർ ധൃതി പിടിച്ച് ആരെയും കാണാതെ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്തു. എങ്ങനെ ഈ പേര് മാറ്റണം, മനസ്സിലാവും, ഇരുത്തപ്പാണ് വരുന്നത്, ഈ പേര് മാറ്റണം, മറ്റൊരു പേരാക്കാം എന്നുള്ള തീരുമാനം എടുത്തതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി ആ ബോർഡ് മാറ്റാൻ പറ്റില്ല, സ്റ്റേ ചെയ്തു. നിലനിൽക്കെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഈ ബോർഡ് പറിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ആ പ്രദേശത്ത് തൊട്ടരികത്തുള്ള ബഹളം കേട്ട് സിസ്റ്റർമാര് എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പ്രദേശവാസികളും പരിസരത്ത് താമസിക്കുന്ന പ്രദേശവാസികളും ഒരു കൂട്ടം ആളുകളും, ഞാൻ അധികപരമായിട്ട് പറയുന്നത് ഒരു കൂട്ടം ആളുകളും ഈ ബോർഡ് പറിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ പറയുന്ന പ്രദേശവാസികൾ അത് എതിർക്കുന്നു. സിസ്റ്റർമാര് ആകെ ഈ അറിയാവുന്ന ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതില് സിനി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേട്ടാൽ അറപ്പും കൊഴുപ്പും ഉണ്ടാക്കുന്ന, അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ചില വൃത്തിയിട്ട ഭാഷയിൽ അവരെ തെരുവിളിക്കുകയും ഈ സന്യസ്തരുടെ കയ്യിൽ പിടിച്ചു തിരിക്കുകയും മറിച്ചെടുക്കുകയും ചെയ്തു. അതിനിടയിൽ പോലീസ് വന്നിട്ട് അവർ അറസ്റ്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അതും
7 വർഷത്തിൽ താഴെ ദുർബല വകുപ്പുകൾ ചേർത്തിട്ടാണ് ഇപ്പോൾ പള്ളുരുത്തി പോലീസ് കേസ്. അപ്പൊ എന്തോരം സ്വാധീനം അവർക്കുണ്ട് എന്നുള്ളത് ഈ അതെ. പറയുന്ന ടീമിന്റെ കൊണ്ട് ഈ ആളുകൾക്ക് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതിനകത്ത് തർക്കമില്ല. ഞാൻ ഹൈക്കോടതി പോയത് കൊണ്ട് മാത്രമാണ് ഈ ബോർഡ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. യെസ് യെസ്. ഈ ബോർഡ് ഇപ്പൊ അവിടെ ഈ ഉണ്ടോ? ഈ ബോർഡ് സെന്റ് അഗസ്റ്റിൻസ് ബോർഡ് എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടോ ഇപ്പോ? ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. എന്നിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ മാറ്റാനുള്ള ശ്രമം നടത്തി വീണ്ടും ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഉത്തരവ് തന്നത് 2 മാസത്തിനുള്ളിൽ ട്രൈബ്യൂണൽ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഇവിടെ ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെ ഒരു നാമധേയം വരുമ്പോ എന്താണ് ഇത്ര ആളുകൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിലാണ്. കൂടാതെ ഒരു വ്യക്തമാക്കാം. ഈ തൊട്ടടുത്ത ഡിവിഷൻ, തൊട്ടടുത്തതല്ല, ഈ എറണാകുളം കൊച്ചി മണ്ഡലത്തിൽ ഉള്ള ഒരു ഡിവിഷനാണ്. ആ ഡിവിഷൻ അവർക്ക് നിലനിൽക്കുന്നതായതുകൊണ്ട് ഞാൻ ഇപ്പൊ വിഷയം പെട്ടെന്ന് വന്നുകൊണ്ടാണ്. അപ്പോ അവിടെ ഒരു റോഡിന് ചെമ്പിട്ടവള്ളി റോഡ് എന്നൊരു പേരുണ്ടായിരുന്നു. ആ പേര് അവിടെ നിലനിൽക്കുന്ന പേര് ചെമ്പിട്ടവള്ളി റോഡ് എന്നുള്ളത്. പക്ഷെ ആ പേരിപ്പോ KK അബ്ദുൽ റഹ്മാൻ ഉസ്താദ് ചെമ്പിട്ട അങ്ങനെ ഒരു നീട്ടി വലിച്ചൊരു പേര് കൂടി അതിനകത്തുണ്ട്. അത് ഇവര് കൊണ്ടുവരുന്നതിന്റെ കഴിഞ്ഞ അതിന്റെ പിറ്റത്തെ കൗൺസിൽ, അതായത് ഇന്നിപ്പോ ഒരു കൗൺസിലാണെങ്കിൽ അടുത്ത പിന്നീട് വരുന്ന ഒരു കൗൺസിലിൽ ഇങ്ങനെ ഒരു പേര് മാറ്റം അനുവദിച്ചു കൊടുക്കുകയും അതേസമയം ക്രമങ്ങള് വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും പറിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സർക്കാരും അതിന് പറ്റുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ ഈ ഇടതുപക്ഷ കോർപ്പറേഷൻ ആയിട്ടുള്ള അനിൽകുമാർ കൃത്യമായിട്ട് അതിന്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ അവർക്ക് വേണ്ടിയിട്ട് ഈ പേര് മാറ്റി. അനിൽകുമാർ എന്ന് പറയുന്ന മേയർ ഉൾപ്പെടെ ഇതിനകത്ത് അനിൽകുമാറിനെ ഒരു പരാതി ഇവിടുന്ന് പോയത് PR വിജയൻ എന്ന് പറയുന്ന കൗൺസിൽ വർഗീയ പരാമർശം, ഈ നാട്ടിലെ ആളുകളെ വർഗീയപരമായിട്ട് പരാമർശിച്ചു എന്ന് പറയും. കുറെ ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം ഈ പറയുന്ന മേയറുടെ കയ്യിലിരിപ്പുണ്ട്. കൊച്ചി കൗൺസിലർ വർഗീയ പരാമർശം നടത്തിയെന്നുള്ളൊരു പരാതി അയാളുടെ കൊച്ചി മേയറുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ പുള്ളി അത് കൊടുത്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വ്യക്തമാണ്. ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ജോഷി നടത്തിയത് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പള്ളുരുത്തി സ്കൂളിൽ നടന്ന ആ ഹിജാബ് സമരം, ഹിജാബ് പ്രക്ഷോഭം, അതിൻ്റെ മറവിൽ ചില കൂട്ടർ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു കലാപം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പും പല രീതിയിലും പല പ്രശ്നങ്ങളും ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ശ്രീ ജോഷി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണഘടന ക്രൈസ്തവ സമുദായത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക്, ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നട്ടെല്ലോടുകൂടി പ്രതികരിക്കുവാൻ എല്ലാ ക്രൈസ്തവർക്കും സാധിക്കട്ടെ, ക്രൈസ്തവ സമുദായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോഷി, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ, രണ്ടുപേർക്കും നന്ദി.